പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അടുത്തിടയ്ക്ക് ഇത്രയും ഞാൻ അലഞ്ഞ ഒരു ദിവസമില്ല. അതുപോലെ വെയിലും കൊണ്ട് മുഴുവൻ വെയിലും, ഇന്ന് പകലത്തെ മുഴുവൻ വെയിലും ഞാനും മൊത്തം കൂടി കൊണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ പോകാതെ വേറെ ആരെയും പറഞ്ഞു വിടാൻ പറ്റൂലല്ലോ. രാവിലെ മുതൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണല്ലോ നമുക്കോരോ കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ എന്തായാലും മുഴുവൻ വെയിലും കൊണ്ടു. ഏകദേശം നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ 3/4 ഭാഗമൊക്കെ ക്ലിയറായി. ബാക്കി കാര്യങ്ങളൊക്കെ നാളെയും മറ്റന്നാളിലും ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ ദൈവം അനുവദിച്ച് നമ്മൾ പ്രാർത്ഥനയോടെയാണ് ഇറങ്ങിയത്. സർവ്വ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. ആ ഒരു അലച്ചിലിൻ്റെയും വെയിലുകൊള്ളലിൻ്റെയും സകല വേദനയും കാലിനും ദേഹത്തും ഉണ്ട്. പക്ഷേ ഇന്നിപ്പം മുത്തുള്ളത് കൊണ്ട് എനിക്ക് പകുതി ആശ്വാസം ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കാൻ അവനുണ്ട്, അല്ലായിരുന്നെങ്കിൽ ഞാൻ തളർന്നു പോയേനേം പ്രിയങ്ങളെ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ഇന്ന് എനിക്ക് തോന്നി 2 മണിക്കൂറങ്ങാണ്ട് ഫാർമസിയിൽ ഇരുന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ വെളിയിലായിരുന്നു. ഇപ്പോൾ പിന്നെ ഞങ്ങൾ വൈകിട്ട് അതേ ആവശ്യത്തിന് വീണ്ടും വരേണ്ടി വന്നു. അങ്ങനെ വന്ന് ഇപ്പം ഞങ്ങൾ വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മുടെ കുഞ്ഞോൻ്റെ പിറന്നാളാണിന്ന്. അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. മുത്തന്നെ ഇവിടോട്ട് കൊണ്ടുവിട്ടിട്ട് അമ്മമ്മയും മോനുകുട്ടനെയും വിളിക്കാൻ പോയതാണ്. മോനുകുട്ടൻ വിളിയോട് വിളിയായിരുന്നു. അപ്പോൾ കുഞ്ഞോന് കൊടുക്കാനുള്ള ഗിഫ്റ്റും ഒക്കെ പാക്ക് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നപ്പോൾ കുറച്ച് താമസിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കുഞ്ഞോൻ്റെ പിറന്നാളൊക്കെ ആഘോഷിച്ചിട്ട് വരാം. സന്തോഷം നിറഞ്ഞ ഞാൻ ഇന്ന് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിധിയാണ് കുഞ്ഞോ. എല്ലാ മക്കളും നമുക്ക് സ്വത്താണ്. എന്നാൽ തന്നെ ഒരു മോനുകുട്ടൻ്റെ കാര്യം പറഞ്ഞത് എക്സ്ട്രാ സ്പെഷ്യലാണ് അവൻ. അപ്പോൾ അവന് ആരോഗ്യ ആയുസ് ഉണ്ടാവണം. എല്ലാവരും അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസം അറിയിച്ചു. എല്ലാവരോടും സ്നേഹം കേട്ടോ. അപ്പോൾ നമുക്ക് പോയി പിറന്നാൾ ഒരുങ്ങിയേച്ച് വരാം. അവർ വന്നു, നമുക്ക് അങ്ങോട്ട് പോകാവേ. ശ്യാമന് മേടിച്ചു. ഇല്ല മക്കളെ, വന്നില്ല. കുട്ടികൾക്ക് പിറന്നാളിനൊക്കെ മേടിച്ചു കാണിക്കാം. വലുതെല്ലാം വാങ്ങിച്ചവിടെ കൊണ്ട് കഴിഞ്ഞ മാസം പിറന്നാളിന് കൊടുത്തേക്ക് ഇപ്പോഴും ഇല്ല. ഇവിടെ ചെന്ന് കുഞ്ഞോനെ വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. സൂക്ഷിച്ചു പോണം. അമ്മമ്മ കയറുന്ന എങ്ങനെയാക്കളെ? ഞങ്ങളുടെ പിറന്നാള് കുട്ടിയാണ്. കൊള്ളാം. എന്തോ ചുറ്റി രാമന്റെ സ്വഭാവത്തിന് പറ്റിയ കഥ ഞാൻ പറഞ്ഞത്. ഞാനിക്കോട്ടെ കവലെടുത്തേ. രാമനെന്തേ ഉള്ളൂ. ഇത് പോയി എല്ലാരും കേക്കിന് കുറച്ച് കാറ്റ് കൂടെ. രാമന് ഒറ്റയ്ക്ക് ഞാൻ പൊട്ടിക്ക് അവസരം കൊടുക്കുകയാണ്. അവിടെ കൊണ്ടുവന്ന കമ്പനി അതേ പിടിക്കാൻ
ഹാപ്പി രാമന് കൊടുക്കണം. കളർ കൊടുക്കണം മോനെ. ചോക്ലേറ്റ് എടുത്ത് വിടാൻ ആരെങ്കിലും രാമന് കൊടുക്കണ പിള്ളേരെ. ഇച്ചിരി ഇച്ചിരി എടുത്ത ഇച്ചിരി ഇച്ചിരി അടിപൊളി. കുഞ്ഞിനെ കൊടുത്തോ? കുഞ്ഞ് പേടിച്ചു പോയി. എന്നാ ഇവിടെ വന്ന് ഞാൻ ഒരു ഇത് കൊടുക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? സൂപ്പർ സൂപ്പർ. എല്ലാരും വന്ന് മേടിക്കും. ചേച്ചി അല്ലേ ചേച്ചി? വാ മാമിക്കോടാ. മമ്മിക്ക് വേണ്ട. ഇതെല്ലാം ഇപ്പൊ വീഡിയോ ബാക്കി എല്ലാവർക്കും ഇപ്പൊ പറക്കുന്ന കേട്ടോ. ഓരോരുത്തർക്ക് കൊടുക്കാൻ. അമ്മണിക്ക് കൊടുത്തോ? ഇനി ആരാ? ഇനി കമ്മണിയുടെ അമ്മയ്ക്ക് കൊടുക്കാം. മൂച്ചേത്താത്ത ഒന്നുമില്ല. പോയി അങ്ങോട്ട്. അതാ ചേച്ചി. ഓ എന്തുവാന്നാ അവൻ പറഞ്ഞ ഇങ്ങനെ കൊടുക്കാൻ ഒക്കത്തില്ലെന്നായിരിക്കും അവൻ പറയുന്നത്. എല്ലാവർക്കും മതിയോ? ഹാപ്പി ബർത്ത്ഡേ. ജാനിക്കുട്ടിക്ക് ചിരിക്കാവോ? അമ്മേട്ടി കൊണ്ടുപോവാ. അവിടെ പോയി നിന്നേ. അവിടെ പോയി നിന്നിട്ട് ഇതൊക്കെ നോക്കിട്ട് അവിടെ നിൽക്കേ. ചാച്ചി ചിരിക്കുന്നവർ നല്ലായിട്ട് ചിരിച്ചേ. ഇഷ്ടമില്ല അവനെ അത് കിട്ടാതെ കഴിക്കാൻ വേണ്ടിയില്ലേ അവർക്ക് കൊണ്ടുവന്നില്ലേ. അമ്മ അങ്ങനെ ഇച്ചിരി ഇഞ്ചി ഇഞ്ചി ക്ലാസ് എടുത്തോണ്ട് വരാന്. കുഞ്ഞോടെ പിറന്നാളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിങ്ങി വന്നു. അവിടുന്ന് ചോറൊക്കെ ഉണ്ടിട്ടാണ് വന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് മേലേറ്റിട്ട് കിടക്കാൻ പോവാണ്. ഭയങ്കര ക്ഷീണം അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. അവിടെ കിടക്കുമായിരുന്നു. അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.
കുറച്ചൊക്കെ എടുത്ത് പിന്നെ ഞാൻ പോയി അങ്ങ് കിടന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് കിടക്കാൻ പോവാണ്. ഇന്നത്തെ ലോങ് വീഡിയോ ഇട്ടില്ല, ഇനിയിപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇടും. 10 മണിയാകാറായി, കിടക്കാൻ പോവാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ വീണ്ടും പറയുവാണ്, കുഞ്ഞോടെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചു. എല്ലാവരോടും സ്നേഹം. തലയൊന്നും കഴുകിയില്ല, 10 മണി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് മേലൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു, അത്രയൊന്ന് ഫ്രഷായി കിടക്കാൻ പോവാണ്. ഇന്ന് ലോങ് വീഡിയോ ഇട്ടില്ല പ്രിയങ്ങളെ, എനിക്ക് വയ്യ. ഷോർട്ട് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാനും വയ്യ. അതുകൊണ്ട് ചാച്ച എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ 1-2 തവണ ബാങ്കിൽ ATM ഒക്കെ ക്ലിയറേണ്ടി വന്നു കേട്ടോ. അന്ന് ഞാൻ മോനിക്കുട്ടൻ്റെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പോയി. എനിക്ക് അവിടെ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങേണ്ടി വന്നു, അതായത് കേരള ബാങ്കിൽ എനിക്കിവിടെ അക്കൗണ്ട് തുടങ്ങേണ്ടി വന്നു. ഇന്നത്തെ ആവശ്യത്തിന് പോയി ഇന്ന് വീണ്ടും ഒരു അക്കൗണ്ട് കൂടെ തുടങ്ങേണ്ടി വന്നേ. അപ്പോൾ ഈ അക്കൗണ്ടുകളെല്ലാം തുടങ്ങുന്നതിന് ഈസിയാണ്, പക്ഷേ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വലിയ പാടാണ്. അപ്പോൾ അവിടെ നമ്മൾ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ ATM-നകത്തോട്ട് കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഇല്ല തീച്ചൂളക്കകത്തോട്ട് ചവിട്ടുന്ന പോലാണ്. എന്തൊരു ചൂടായിരുന്നെന്നറിയാം. ആ തീയും ചൂടും മുഴുവനും ഞാനും മുത്തും സഹിച്ചു. ആ നട്ടുച്ച വെയിലത്ത് നമ്മൾ ഇവിടുന്ന് 8 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ടൗണിൽ പോയി. ഒന്നും പറയണ്ട. അതിനിടയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ എല്ലാം 3-4 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആ വെയിൽ മൊത്തം കൊണ്ട്. പറയുമ്പോൾ ഓർക്കും അവരവരുടെ ആവശ്യത്തിനല്ലയോ, അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടി അല്ലല്ലോ എന്ന്. എന്നാലും ആ ഒരു അയ്യോ എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. അപ്പോൾ അലഞ്ഞാലും വേണ്ടിയില്ല, എല്ലാം നല്ലപടിയെ അവസാനിച്ചാൽ സന്തോഷമാണ്. അല്ലെന്നുണ്ടെങ്കിൽ പ്രയോജനമില്ലാതായിപ്പോയാലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന, എല്ലാവരും ആ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ടതൊക്കെ ഞാൻ വായിച്ചു. എനിക്ക് മറുപടി തരാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരോടും സ്നേഹം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിയട്ടെ. കുഞ്ഞോൻ്റെ പിറന്നാൾ വളരെ സന്തോഷത്തോടെ കടന്നുപോയി. അപ്പോൾ കുഞ്ഞോയ്ക്ക് ആശംസകൾ അറിയിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നിറയെ സ്നേഹം. കുഞ്ഞോൻ്റെ വകയും ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിലുള്ള എല്ലാവരുടെയും വക എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹം, സന്തോഷം, നന്ദി കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. അവർ രണ്ടുപേരുടെ അവിടെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വന്ന് കിടക്കാൻ വിളിച്ചാൽ വരത്തില്ല, 1-1/2 മണിക്കൂറോടൊക്കെ അവിടെ ഇരിക്കും, എന്നിട്ടേ കിടക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് ഞാനൊരു ഉറക്കം പിടിക്കും. ടാറ്റ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.